മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയും കണ്ണനും പ്രതാപന്റെ വീട്ടിൽ നിന്നും തിരികെ എത്തുന്നത് അനന്തുവിന്റെ വീട്ടിലേക്കാണ്. അപ്പോഴൊക്കെ തന്നെ കണ്ണന്റെ മുഖമാണെങ്കിൽ ആകെ വാടി സങ്കടത്തോടു കൂടി തന്നെയാണ്. അത് മനസ്സിലാക്കുന്ന ലേഖയാണെങ്കിൽ മഹിയുമായിട്ട് അകത്തേക്ക് പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, കരുണയുടെ മുത്തശ്ശി അയാളെ തന്ത്രപൂർവ്വം പിടിച്ച് പൂട്ടിയിട്ടിരുന്നു, അതുകൊണ്ട് കണ്ണേട്ടന് കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ മഹി പറയുന്നു. സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. ഈ സമയം അനന്തുവാണെങ്കിൽ കണ്ണന്റെ മനസ്സറിയാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണ് മുഖത്തൊക്കെ ഒരു വാട്ടം പോലെ, എന്തെങ്കിലും അയാൾ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അയാളെ കാണാനായിട്ട് കഴിഞ്ഞില്ല. എനിക്ക് എൻ്റെ വലിയ ഡൗട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും അയാൾ എന്തോ പറയാൻ വരുന്ന സമയത്ത് അയാളുടെ വായ പൂട്ടിക്കെട്ടി. എന്തായിരുന്നു അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, എടാ അത് പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, അയാള് വായ തുറന്ന നിന്റെ അച്ഛനെ കുറിച്ച് മോശം മാത്രമേ പറയുന്നുള്ളൂ, അതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ സത്യമാണോ എന്നിങ്ങനെ അനന്തവിനോട് ചോദിക്കുന്നു. എന്തായാലും ഈ സമയം ഉണ്ണിക്കും കരുണയുടെ ഒരു പെരുമാറ്റത്തിലും പ്രതാപന്റെ പെരുമാറ്റത്തിലൊക്കെ തന്നെ സംശയം തോന്നുന്നുണ്ട്. അങ്ങനെ വാമദേവനും കരുണയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇനി എന്റെ അച്ഛനെ കൊന്നത് നിന്റെ അച്ഛൻ തന്നെയാണോ എന്നൊക്കെ ഉണ്ണി വന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നുമില്ല, അതൊക്കെ വെറുതെ തോന്നുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വാമദേവനും കരുണയും ഉണ്ണിയെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് കണ്ണനാണെങ്കിൽ അവിടെ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഈ സമയം കണ്ണൻ പെട്ടെന്ന് ഫോൺ മറന്നു വെച്ചെന്ന് പറഞ്ഞ് തിരികെ വരുന്നുണ്ട്. പക്ഷേ അത് കണ്ണൻ ചെയ്തൊരു ട്രാപ്പ് തന്നെയായിരുന്നു. കണ്ണനാണെങ്കിൽ ഫോൺ എടുത്തിട്ട് വീണ്ടും പോവുകയാണ്. അങ്ങനെ കണ്ണൻ പോയതിനു ശേഷവും മഹിയാണെങ്കിൽ കണ്ണനെ ചതിച്ചതിനെ കുറിച്ച് ഓർത്ത് ആകെ വിഷമിക്കുമ്പോൾ, താൻ വിഷമിക്കാതെ ഇരിക്കെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതല്ലേ, പോയി റെസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് ലേഖയും അനന്തവും ചേർന്ന് മഹിയെ റൂമിലേക്ക് വിട്ടയക്കുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ തന്നെ മഹി ആലോചിക്കുന്നത് തങ്ങളുടെ കല്യാണം കഴിഞ്ഞ ആ നാള് മുതലുള്ള കാര്യങ്ങളാണ്. കൂട്ടത്തിൽ കണ്ണന്റെ അച്ഛന്റെയും കണ്ണന്റെയും ആക്സിഡന്റിനെ കുറിച്ചും. അങ്ങനെ മഹി പേടിക്കുന്നത്, ഇത്രയും കാലം തനിക്ക് ഈ ലോകത്തെ തന്നെ എതിർത്ത് നിൽക്കാനുള്ള ഒരു ശക്തിയായിരുന്നു തന്റെ കണ്ണേട്ടൻ, അതിനിപ്പോ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമോ, ആകെ പേടിയാകുന്നു എന്നൊക്കെ പറഞ്ഞ അവളാണെങ്കിൽ മനസ്സിൽ വലിയൊരു ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. സത്യങ്ങൾ കണ്ണേട്ടന് എത്രയും പെട്ടെന്ന് അറിയുക തന്നെ ചെയ്യും. അതോടുകൂടിയിട്ട് താൻ ഒറ്റപ്പെട്ടു പോകുമെന്നൊക്കെ മഹി കരുതുന്നു. അങ്ങനെ പണ്ട് നടന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് അവർ തമ്മിൽ സ്നേഹത്തോടെ സ്പെൻഡ് ചെയ്ത ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കാനായിട്ടും അതുപോലെ അനക്കം കാണാനൊക്കെ ആയിട്ട് നമ്മുടെ കണ്ണൻ മഹിയുടെ വയറ്റിലേക്ക് ചെവി വെച്ച് നോക്കുന്നതൊക്കെ തന്നെ മഹി ഓർത്ത് പൊട്ടിക്കരയുന്നുണ്ട്. കണ്ണേട്ടനെ താൻ ശരിക്കും ചതിക്കുകയാണെന്നൊക്കെ തന്നെ മഹി ഫൈനലൈസ് ചെയ്യാണ്. എന്തായാലും ഈ സമയം കണ്ണനാവട്ടെ കമലേശ്വരത്തിലേക്ക് തിരിച്ചെത്തുന്നുണ്ട്. കമലേശ്വരത്തിലേക്ക് എത്തുന്ന കണ്ണന്റെ മുന്നിൽ ദുർഗയും ഉണ്ണിയും ഒരുപാട് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരികയാണ്. ആ പ്രതാപനെ കണ്ടോ, അവൻ വീണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണോ സംസാരിക്കുന്നതെന്നൊക്കെ ഉണ്ണി ചോദിക്കുമ്പോൾ, അയാളെ താൻ കണ്ടില്ല എന്നും അതുപോലെ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ തന്നെ കരുണയ്ക്കാണെങ്കിൽ ആശ്വാസമാവുന്നു. അങ്ങനെ കണ്ണൻ നേരെ പോകുന്നത് റൂമിലേക്കാണ്. അവിടെ ചെന്നിട്ടാണ് കണ്ണൻ ആ ഒരു ട്വിസ്റ്റ് പൊളിക്കുന്നത്. അതായത് ഫോൺ മറന്നു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ തിരികെ പോയത് തന്റെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു കളിയായിരുന്നു. ഫോണിലെ റെക്കോർഡ് ഓൺ ആക്കിയിട്ടാണ് കണ്ണൻ പകുതി ദൂരവും സഞ്ചരിച്ചത്. പിന്നീട് അത് തിരിച്ചു വന്ന് എടുക്കുകയായിരുന്നു. കണ്ണനാണെങ്കിൽ ആ ഒരു റെക്കോർഡ് കേൾക്കുന്നുണ്ട്, ഞെട്ടിത്തെരിച്ചു പോകുന്നുണ്ട്. കാരണം മഹാലക്ഷ്മി അനന്തുവിനോടും ലേഖയോടും തന്റെ മനസ്സിലെ വലിയ സങ്കടത്തെക്കുറിച്ച് പറയുന്നതാണ് കടം കേൾക്കുന്നത്. അതായത് കണ്ണേട്ടനെ താൻ ചതിച്ചെന്നും സത്യങ്ങൾ അറിഞ്ഞിട്ട് ഇത്രയും കാലം മൂടി വെച്ചെന്നും പ്രതാപനാണ് അച്ഛനെ കൊന്നതെന്നൊക്കെ തന്നെ മഹി അനന്തുവിനോട് കടനോടും അനന്തുവിനോടും ലേഖയോടും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങളാണ് അതിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അനന്തുവാണെങ്കിൽ സമാധാനിപ്പിക്കുന്നുണ്ട്, മഹീന് ടെൻഷൻ അടിക്കേണ്ട, കാരണം ഒരുപക്ഷെ കണ്ണൻ സത്യങ്ങളൊക്കെ അറിയേണ്ട സമയം എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ദൈവം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. മാത്രമല്ല അവന്റെ അച്ഛൻ വിശ്വനാഥനാണല്ലോ പ്രതാപന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത്. ആ അങ്കിളും ഒരുപക്ഷെ കണ്ണൻ സത്യങ്ങൾ അറിയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടാകുമെന്നൊക്കെ മഹിയോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഇത് കേട്ട് കണ്ണനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. കണ്ണൻ വളരെ ദേഷ്യത്തോടു കൂടി തന്നെ തനിക്ക് ആരെയും വിശ്വാസമില്ല, ഇനി ആരെയും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലേശ്വരം വീട്ടിൽ നിന്നും കാർ എടുത്ത് പുറത്തേക്ക് പോവുകയാണ്. പിന്നീട് അവൻ ഒഴിഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. തന്റെ ഉറ്റ സുഹൃത്തും ഭാര്യയും ഒക്കെ തന്നെ ചതിച്ചതിന്റെ വിഷമം കണ്ണന് സഹിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ കണ്ണനും പല കാര്യങ്ങളെക്കുറിച്ചും ഓർക്കുകയാണ്. അതായത് മഹാലക്ഷ്മിയും കണ്ണനും തമ്മിൽ ഉണ്ടായിരുന്ന നല്ല നിമിഷത്തെക്കുറിച്ചും തന്റെ അച്ഛന്റെ ആക്സിഡന്റ് നടന്ന സമയത്തെക്കുറിച്ചൊക്കെ തന്നെ ഓർക്കുന്നുണ്ട്. മഹി ഒരിക്കലും തന്നെ ചതിക്കില്ല എന്നും മഹി ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് തനിക്ക് വലിയൊരു ടേണിംഗ് പോയിന്റ്, അതായത് സന്തോഷത്തിലേക്കുള്ള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായതൊക്കെ തന്നെ കണ്ണൻ വിശ്വസിച്ചിരുന്നല്ലോ. പക്ഷെ ഇത്രയും വലിയ രഹസ്യം മറച്ചു വെച്ചുകൊണ്ടായിരുന്നു തന്റെ ജീവിതത്തിലേക്ക് വന്നതെന്ന് കണ്ണൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുമില്ല. എപ്പോഴെങ്കിലും തുറന്നു പറഞ്ഞുകൂടെയിരുന്നില്ലേ എന്നൊക്കെ കണ്ണനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കണ്ണൻ പല കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നുണ്ട്.
മാത്രമല്ല മഹിയോട് കണ്ണന് ദേഷ്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കണ്ണനും മഹിയും എന്നേക്കുമായിട്ട് അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് പിരിയേണ്ട ഈ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ കാത്തിരിക്കാം പിടിച്ച എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.